നമസ്കാരം, ലൈഫ് ഇൻ അയർലൻഡിലേക്ക് സ്വാഗതം. ഞാൻ റിനി. ഇന്ന് ജൂലൈ 14 പ്രധാന അയർലൻഡ് വാർത്തകളും ലോക വാർത്തകളും നോക്കാം. IRP കാർഡ് കാലാവധി കഴിഞ്ഞവർക്കും വേനൽ യാത്രയ്ക്ക് അനുമതി. അയർലൻഡിൽ താമസിക്കുന്ന നോൺ EEA രാജ്യക്കാരായ നിരവധി പേർക്ക് ആശ്വാസ വാർത്ത. IRP റിന്യൂവൽ അപേക്ഷകരുടെ തിരക്ക് കാരണം ചില വിഭാഗങ്ങളിൽ പുതിയ കാർഡ് ലഭിക്കാൻ 17 ആഴ്ച വരെ വൈകുന്ന സാഹചര്യത്തിലാണ് പുതിയ യാത്രാ ഇളവ് പ്രഖ്യാപിച്ചത്. ജൂലൈ 13 മുതൽ ഓഗസ്റ്റ് 31 വരെ കാലാവധി കഴിഞ്ഞ IRP കാർഡ് ഉപയോഗിച്ച് വിദേശയാത്ര നടത്തി അയർലൻഡിലേക്ക് തിരികെ വരാം. എന്നാൽ കാലാവധി കഴിഞ്ഞ IRP കാർഡ്, റിന്യൂവൽ ആപ്ലിക്കേഷൻ നൽകിയതിന്റെ ഇമെയിൽ കൺഫർമേഷൻ, ഗവൺമെന്റ് ട്രാവൽ കൺഫർമേഷൻ നോട്ടീസിന്റെ പ്രിന്റഡ് കോപ്പി എന്നിവ കൈവശം നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടതാണ്. യാത്രയ്ക്ക് മുമ്പ് എയർലൈൻസിനോടും ട്രാൻസിറ്റ് രാജ്യങ്ങളോടും ഈ അനുമതി അംഗീകരിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് സർക്കാർ അറിയിച്ചു. പൌരത്വത്തിന് ഭാഷാ പരിജ്ഞാനം പരിഗണിക്കണമെന്ന് സൈമൺ ഹാരിസ്. ഐറിഷ് പൌരത്വം നൽകുമ്പോൾ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഐറിഷ് ഭാഷാ പ്രാവീണ്യം കൂടി പരിഗണിക്കണമെന്ന് അഭിപ്രായവുമായി ഉപപ്രധാനമന്ത്രി സൈമൺ ഹാരിസ്. ഭാഷ ഒരു രാജ്യവുമായി സംയോജിക്കുന്നതിന്റെ പ്രധാന ഭാഗമാണെന്നും എന്നാൽ ഇത് എങ്ങനെ നടപ്പാക്കാമെന്നത് വിശദമായി പരിശോധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കുടിയേറ്റക്കാർ അയർലൻഡിന് വലിയ സംഭാവന നൽകിയിട്ടുണ്ടെന്നും ഹാരിസ് വ്യക്തമാക്കി. മിസ്കാരേജ് ആകുന്ന സ്ത്രീകൾക്ക് 5 ദിവസത്തെ പെയ്ഡ് ലീവ്. 23 ആഴ്ചയ്ക്ക് മുമ്പ് ഗർഭനഷ്ടം സംഭവിക്കുന്ന സ്ത്രീകൾക്ക് 5 ദിവസത്തെ ശമ്പളത്തോടു കൂടിയുള്ള അവധി നൽകാനുള്ള നിർദ്ദേശത്തിന് ക്യാബിനറ്റ് അംഗീകാരം നൽകി. ശാരീരികവും മാനസികവുമായ ആഘാതം നേരിടുന്ന സമയത്ത് സ്ത്രീകൾക്ക് വിശ്രമിക്കാനും ഇമോഷൻസ് കൈകാര്യം ചെയ്യാനും ഇത് സഹായിക്കുമെന്ന് സർക്കാർ അറിയിച്ചു. അയർലൻഡിൽ 6 ആഴ്ച ഹോസ് പൈപ്പ് ബാൻ. വേനൽ ചൂടും ജല ഉപയോഗ വർധനവും കാരണം ഐറിഷ് വാട്ടർ അതോറിറ്റി ഇഷ്കെയറിൻ 6 ആഴ്ചത്തെ ഹോസ് പൈപ്പ് നിരോധനം പ്രഖ്യാപിച്ചു. ഡബ്ലിൻ, കിൽഡെയർ, വിക്ക്ലോ, മീത്ത്, സൗത്ത് ടിപ്പർ, റീവ്, വെക്സ്ഫോർഡിലെ ചില പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലാണ് നിയന്ത്രണം. ഹോസ് പൈപ്പ് ഉപയോഗിച്ചുള്ള കാർ കഴുകൽ, ഗാർഡൻ വെള്ളമൊഴിക്കൽ തുടങ്ങിയ അനാവശ്യ ജലോപയോഗങ്ങൾ ഒഴിവാക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു. ജെയ്മി കാർണി മരണാന്വേഷണം, പങ്കാളി ജോർദാനിൽ തടങ്കലിൽ. കില്ലാർണിയിൽ മരിച്ച നടയിൽ കണ്ടെത്തിയ 42-കാരിയായ ജെയ്മി കാർണിയുടെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ പുതിയ വഴിത്തിരിവ്. പങ്കാളിയായ അഹമ്മദ് അൽ സാക്കർ അയർലൻഡ് വിട്ട് ആദ്യം തുർക്കിയിലേക്കും പിന്നീട് ജോർദാനിലേക്കും പോയതായി അന്വേഷണത്തിൽ കണ്ടെത്തി. ഇപ്പോൾ ജോർദാൻ അധികൃതർ ഇയാളെ തടങ്കലിൽ എടുത്തിട്ടുണ്ട്. എന്നാൽ ഇതുവരെ കുറ്റം ചുമത്തിയിട്ടില്ലെന്നും ഗാഢ അന്വേഷണം തുടരുകയാണെന്നും അറിയിച്ചു. ബാലിമീനയിൽ ഒരു കുടുംബത്തിലെ 3 പേർ മരിച്ച നിലയിൽ. നോർത്തേൺ അയർലൻഡിലെ ബാലിമീനയിലെ ഒരു വീട്ടിൽ ഒരു പുരുഷനും സ്ത്രീയും 8 വയസ്സുള്ള പെൺകുട്ടിയും മരിച്ച നിലയിൽ കണ്ടെത്തി. 3 പേരും ഒരേ കുടുംബാംഗങ്ങളാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. പുരുഷനും സ്ത്രീയും പോളണ്ട് സ്വദേശികളാണ്. സംഭവത്തിൽ കൊലപാതകാന്വേഷണം ആരംഭിച്ചു. പൊതുജനങ്ങൾക്ക് നിലവിൽ ഭീഷണിയില്ലെന്ന് പോലീസ് അറിയിച്ചു. കോർക്ക് ക്രോസ് ഹേവനിൽ വൻ ഗോർസ് തീപിടുത്തം. കൌണ്ടി കോർക്കിലെ ക്രോസ് ഹേവൻ പ്രദേശത്ത് ഗോർസ് മുൾച്ചെടികൾക്ക് വലിയ തീപിടുത്തമുണ്ടായി. കോർക്ക് സിറ്റി, ക്രോസ് ഹേവൻ, കാരിക്ക ലൈൻ, കിൻസൈൽ ഫയർ യൂണിറ്റുകൾ ചേർന്നാണ് തീയണയ്ക്കാൻ പ്രവർത്തിച്ചത്. ചരിത്രപ്രധാനമായ ക്യാംപ്ടൺ ഫോർട്ട് മീഗറിന് സമീപത്തായിരുന്നു തീപിടുത്തം. സുരക്ഷയ്ക്കായി ചില താമസക്കാരോട് വീടുകളിൽ നിന്ന് മാറാൻ നിർദ്ദേശം നൽകിയിരുന്നു. തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. വെസ്റ്റ്മീത്ത് ബോഗ് ഫയർ M6 വീണ്ടും തുറന്നു. മിൽട്ടൺ പാസിലെ ഡെറിബോഗ് പ്രദേശത്തെ തീപിടുത്തത്തെ തുടർന്ന് കനത്ത പുക കാരണം അടച്ചിരുന്ന M6 മോട്ടോർവേ വീണ്ടും തുറന്നു. കിനഗാഡ് മുതൽ റോഷ്ഫോർഡ് ബ്രിഡ്ജ് വരെയുള്ള ഭാഗത്താണ് ഗതാഗത നിയന്ത്രണം ഉണ്ടായിരുന്നത്. ഫയർ സർവീസ് ഇപ്പോഴും തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടരുകയാണ്. ഗോൾവേ ഷാൻഡല്ല ഭൂമി HSCക്ക്. ഗോൾവേ സിറ്റി കൌൺസിൽ ഷാൻഡല്ല പ്രദേശത്തെ 3.69 ഏക്കർ ഭൂമി HSCക്ക് വിൽക്കാൻ അനുമതി നൽകി. ഭാവിയിലെ ആരോഗ്യ സേവന വികസനത്തിനായി ഈ സ്ഥലം ഉപയോഗിക്കാനാണ് പദ്ധതി. സ്പെയിൻ ജിബ്രാൾട്ടർ അതിർത്തിയിൽ പുതിയ മാറ്റം. ജൂലൈ 15 മുതൽ സ്പെയിൻ ജിബ്രാൾട്ടർ അതിർത്തിയിലെ പരിശോധനകൾ ഒഴിവാക്കുന്നു. ദിവസേന ജോലി ആവശ്യത്തിനായി അതിർത്തി കടക്കുന്ന ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് ഇത് വലിയ ആശ്വാസമാകും. അന്താരാഷ്ട്ര വാർത്ത. അമേരിക്ക ഇറാൻ സംഘർഷം വീണ്ടും ശക്തമാകുന്നു. അമേരിക്ക ഇറാനെതിരെ പുതിയ ആക്രമണങ്ങൾ നടത്തിയതായി റിപ്പോർട്ടുകൾ. അതേസമയം ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം സാധ്യമാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇറാനും അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടതായി അവകാശപ്പെട്ടു. ഇന്നത്തെ പ്രധാന വാർത്തകൾ ഇത്രയുമാണ്. ഇത്തരത്തിൽ എല്ലാ ദിവസവും പ്രധാന അയർലൻഡ് വാർത്തകളും രാഷ്ട്രീയം, ക്രൈം, അന്താരാഷ്ട്ര വാർത്തകൾ കൂടാതെ മലയാളികൾ അറിയേണ്ട പ്രധാന വാർത്തകളും മലയാളത്തിൽ ലഭിക്കാൻ ഈ പേജ് ഫോളോ ചെയ്യൂ. നന്ദി.